സമൂഹമാധ്യമങ്ങളിലെ ഇടപെടലുകളിൽ പാർട്ടി അച്ചടക്കം ആവശ്യമാണെന്ന് സിപിഐ പാർട്ടി കോൺഗ്രസിലെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട്. പാർട്ടിക്ക് വിരുദ്ധമായി വ്യക്തിപരമായ വീക്ഷണങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത് വെല്ലുവിളിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഡി രാജയെ ജനറൽ സെക്രട്ടറിയായി തുടരാൻ അനുവദിക്കണമെന്ന് കേരളമൊഴികെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടിക്ക് വിരുദ്ധമായി വ്യക്തിപരമായ വീക്ഷണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതിൽ വ്യക്തികളിൽ അച്ചടക്കം ഏർപ്പെടുത്തേണ്ടത് പാർട്ടി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കർത്തവ്യമാണ്. സോഷ്യൽ മീഡിയ സാന്നിധ്യം ഉറപ്പാക്കുന്നതിൽ പാർട്ടി കേന്ദ്രവും സംസ്ഥാനങ്ങളും കൂടുതൽ ശ്രദ്ധിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. പാർലമെന്റിലെ ശക്തി കുറഞ്ഞെങ്കിലും പ്രവർത്തനം തൃപ്തികരമാണെന്നാണ് റിപ്പോർട്ടിലെ വിലയിരുത്തൽ. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രായപരിധിയിൽ ഇളവ് നൽകി ഡി രാജയെ ഒരു തവണ കൂടി സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തണമെന്നാണ് തമിഴ്നാട്, കർണാടക, തെലുങ്കാന പ്രതിനിധികളുടെ ആവശ്യം. ദേശീയ പതാക ഉയർത്തി ദേശീയഗാനം ആലപിച്ചാണ് പാർട്ടി കോൺഗ്രസ് ഉദ്ഘാടന സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. ഇടത് പാർട്ടികൾ ഭാവിയിൽ പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും പുലർത്തണമെന്ന് സിപിഐ ജനറൽ സെക്രട്ടറി പറഞ്ഞു. Congress must send out a clear message to the people of India. We will resist fascism. We will defend the constitution. We will fight for employment, education, health, food, housing and above all dignity of the people. കേരളത്തിൽ മാത്രമാണ് ഇടത് പാർട്ടികളും മതേതര പാർട്ടികളും ചേർന്ന സർക്കാർ ഉള്ളതെന്ന് എം.എ. ബേബി പറഞ്ഞു. Kerala is the only state in our country where we have a left-led and non-left democratic parties together. It has gained a political miracle. സംഘടനാ റിപ്പോർട്ട് ഉൾപ്പെടെ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയതലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ചർച്ചകൾക്കായിരിക്കും പാർട്ടി കോൺഗ്രസിൽ ഇന്ന് തുടക്കം കുറിക്കുക. ചണ്ഡീഗഡിൽ നിന്നും ഹരിമുണ്ടൂരിനോടൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ 1.